കേരളത്തിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം തിരുനെൽവേലിയിൽ തള്ളിയ സംഭവത്തിൽ നടപടിയുമായി സർക്കാർ. മാലിന്യം നീക്കം ചെയ്യാൻ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി. മാലിന്യം നാളെ തന്നെ മാറ്റും. ക്ലീൻ കേരള കമ്പനിക്കും നഗരസഭയ്ക്കും ചുമതല നൽകി. 24 ഇമ്പാക്ട്. ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടാവുന്നു. കേരളത്തിനൊരു നാണക്കേടായി മാറുന്ന നടപടിയാണ് നേരത്തെ ഉണ്ടായത്. അതിലൊരു തിരുത്ത് എന്നുള്ള നിലയിൽ അത് മാറ്റുന്ന നിലയിലേക്കടക്കം കാര്യങ്ങൾ പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിവരങ്ങൾ ശ്രീജിത്ത്? റിജിത്ത് സൂചിപ്പിച്ച പോലെ കേരളത്തിനാകെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ സർക്കാരിന്റെ അടിയന്തര തിരുത്തൽ നടപടി ഉണ്ടാകുന്നത്. കേരളത്തിലെ ആശുപത്രി മാലിന്യങ്ങളുടെ ഒരു ഡംപിംഗ് യാർഡായി തിരുനെൽവേലിയിലെ ഒരു ഗ്രാമം അപ്പടി മാറ്റുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇവിടുത്തെ മാലിന്യത്തിൽ ജനജീവിതം വളരെ ബുദ്ധിമുട്ടായി, ശക്തമായ പ്രതിഷേധമുണ്ടായി. ഇത് കണക്കിലെടുത്താണ് മാലിന്യം അടിയന്തരമായി നീക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. നാളെ തന്നെ മാലിന്യം നീക്കണമെന്നാണ് നിർദ്ദേശം. നാളെയാണ് മാലിന്യം നീക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന സമയപരിധി. അതുകൊണ്ടാണ് അടിയന്തരമായുള്ള ഒരു ഇടപെടലിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ക്ലീൻ കേരള കമ്പനിക്കും ഒപ്പം തന്നെ നഗരസഭയ്ക്കുമാണ് ഈ മാലിന്യം നീക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തര ഇടപെടൽ നടത്തി തിരുനെൽവേലിയിലെ ഈ ഗ്രാമത്തിലെ മാലിന്യം നീക്കി അവർക്ക് ആശ്വാസകരമായ നടപടി സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം. ഈ കാര്യത്തിൽ സത്വരമായ ഇടപെടലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശ ഭരണ വകുപ്പ് അടക്കം ഈ കാര്യത്തിൽ വളരെ ശക്തമായ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. 24 ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വളരെ വ്യക്തമായി തന്നെ നൽകിയിരിക്കുന്നു. ഇതടക്കമുള്ള മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാർ അടിയന്തരമായ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. തമിഴ്നാട് തിരുനെൽവേലിയിലെ ഗ്രാമത്തിൽ സർക്കാരിനും സംവിധാനങ്ങൾക്കുമെതിരെ ശക്തമായ പ്രതിഷേധവും ഉണ്ടായിരുന്നു. കാരണം ഇവിടെ നിന്ന് ടിപ്പർ ടോറസ് ലോറികളിൽ വൻതോതിൽ മാലിന്യങ്ങൾ കയറ്റി, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് അടക്കമുള്ള സ്ഥലങ്ങളിലെ മാലിന്യങ്ങൾ കയറ്റി അവിടെ ഒരു ഡംപിംഗ് കേന്ദ്രമായി മാറ്റുകയായിരുന്നു. ഇതുമൂലം അവിടെ സാധാരണ ജീവിതം നയിച്ചിരുന്ന ആളുകൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടായി. ഇതെല്ലാം സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ ഇടയാക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുനെൽവേലിയിൽ നേരിട്ടെത്തിയ ആ സാഹചര്യം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് 24 വാർത്താ സംഘം എത്തിച്ചിരുന്നു. കേരളത്തിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം തിരുനെൽവേലിയിൽ തള്ളിയ സംഭവം വലിയ നാണക്കേടായി നമുക്ക് മാറിയതാണ്. അതിൽ ഇപ്പോൾ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. മാലിന്യം നീക്കം ചെയ്യാൻ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നു. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.